നമ്മൾ ആദ്യം സംസാരിച്ച് കോൺഗ്രസിന്റെയും UDF സാധ്യതകളെ കുറിച്ചാണ്. LDF വെല്ലുവിളികൾ ആൻഡ് ചാലഞ്ചസ് എന്തൊക്കെയാണ്, BJP സാധ്യതകൾ എന്തൊക്കെയാണെന്നതിനെ കുറിച്ച് സംസാരിക്കണം. എന്റെ കൂടെ ഞങ്ങളുടെ റീജിയണൽ ചീഫ്മാർ കൂടി ചേരുന്നു. സുനിൽ ഐസക് തിരുവനന്തപുരത്ത് നിന്ന്, കൊച്ചിയിൽ നിന്ന് MK ഷുക്കൂർ, ഒപ്പം മുഹമ്മദ് അസ്ലം കോഴിക്കോട് ബ്യൂറോയിൽ നിന്ന്. ആദ്യം തിരുവനന്തപുരത്ത് സുനിൽ, തിരുവനന്തപുരത്തിന്റെ കഥ എന്താണ്? എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരത്ത്, നമുക്കറിയാം. അവിടെ BJP വലിയ ആത്മവിശ്വാസം പങ്കുവെക്കുന്നു. ജയിക്കാനുള്ള കളികൾ, പലതരം കളികൾ, കടന്ന കളികൾ അവർ കളിച്ചു എന്നാണ് നമ്മളിപ്പോൾ ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റിൽ കാണുന്നത്. കോൺഗ്രസ് ആവട്ടെ അസാധാരണമായ ചില സ്റ്റെപ്സ് ഒക്കെ എടുത്തിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. CPM LDF ഞങ്ങൾ നിലനിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന മറ്റുള്ള ആത്മവിശ്വാസവും പങ്കുവെക്കുന്നു. ശരിക്കും കോർപ്പറേഷനിൽ നടന്നത് എന്താണ്? ഇനിയിപ്പോ വരാൻ പോകുന്നത് എന്തായിരിക്കും? കഴിഞ്ഞ 45 വർഷമായിട്ട് സ്ഥിരമായി കോർപ്പറേഷൻ ഭരിക്കുന്നത് LDF-ആണ്. ശരി, ഞാൻ ഒരു സെക്കൻഡ് സുനിലെ ഓഡിയോ ഞാൻ അത്ര ക്ലിയർ അല്ല. ഞാനൊന്ന് കട്ട് ചെയ്ത് വേഗം തിരിച്ചു വരാം. അപ്പോൾ കൊച്ചിയിൽ നിന്ന് ഷുക്കൂർ, എന്താണ് കൊച്ചി കോർപ്പറേഷന്റെ കാര്യത്തിൽ എന്തെങ്കിലും വലിയ കൗതുകകരമായ സംഗതികൾ വരാനിരിക്കുന്നുണ്ടോ? നിഷാദ്, കൊച്ചി കോർപ്പറേഷൻ പരമ്പരാഗതമായി തന്നെ ഒരു UDF ശക്തി കേന്ദ്രമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ കഴിഞ്ഞ തവണ അത് UDF വിമതരുടെ കൂടി സഹായത്തോടു കൂടി ഭരണം പിടിച്ച് 5 വർഷം അവർ സാമാന്യം നന്നായി തന്നെ ഭരണം നടത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം UDF ഒരു മുസ്ലിം ലീഗ് വിമതനായ ഒരു കൗൺസിലറെ ഒപ്പം ചേർത്ത് അദ്ദേഹത്തിന് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം നൽകി. വളരെ പ്രയാസപ്പെട്ടാണെങ്കിൽ പോലും അവർ വിമത ശബ്ദങ്ങളൊന്നും ഇല്ലാതെ തന്നെ 5 വർഷം ഭരണം പൂർത്തീകരിച്ച ഒരു നേട്ടം LDF മുന്നിലുണ്ട്. അത് മാത്രമാണ് UDF അടിസ്ഥാനപരമായ ഒരു വെല്ലുവിളി ഉള്ളത്. കാരണം UDF കാലാകാലങ്ങളിൽ സംഘടനാപരമായും അതുപോലെ തന്നെ ഗ്രൂപ്പും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അത്തരം പ്രശ്നങ്ങളൊന്നും കഴിഞ്ഞ 5 വർഷം LDF ഭരണസമിതി ഉണ്ടാക്കിയിട്ടില്ല. രണ്ടാമത്തത്, ഇത്തവണ മത്സരിക്കുമ്പോൾ 4ഇടത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 4 UDF ശക്തിദുർഗങ്ങളായ വാർഡുകളിൽ വിമതരുണ്ട് എന്നുള്ളതാണ് UDF രണ്ടാമത്തെ വെല്ലുവിളി. ഈ 2 വെല്ലുവിളികളെയും മറികടന്നാൽ മാത്രമേ UDF വളരെ എളുപ്പത്തിൽ ഇവിടെ ഭരണം പിടിക്കാൻ കഴിയൂ. ആ അർത്ഥത്തിൽ ഒരു ശക്തമായ മത്സരം തന്നെ LDF-ഉം UDF-ഉം നടത്തുന്നു എന്ന ഒരു ചിത്രമാണ് കൊച്ചി കോർപ്പറേഷന്റെ കാര്യത്തിലുള്ളത്. സാധാരണ രീതിയിൽ വളരെ എളുപ്പത്തിൽ UDF ജയിക്കാവുന്ന ഒരു സ്ഥലമാണ് കൊച്ചി കോർപ്പറേഷൻ. നിലവിൽ എളുപ്പത്തിൽ ജയിക്കാവുന്ന സ്ഥിതിയില്ല. ശക്തമായ ഒരു മത്സരമാണ് കൊച്ചി കോർപ്പറേഷനിൽ നിലവിൽ നടക്കുന്നത്. ശരി, ഞാൻ സുനിലേക്ക് വീണ്ടും. സുനിൽ പറഞ്ഞിടത്തുനിന്ന് തുടങ്ങാം. ഞാൻ ചോദിച്ചത് ഏറ്റവും സങ്കീർണമായെന്നൊക്കെ തോന്നിയ ഒരു സ്ഥലം, ആളുകൾ ഏറ്റവും കൗതുകത്തോടെ കാത്തിരിക്കുന്നു, തിരുവനന്തപുരം കോർപ്പറേഷനിൽ രാജീവ് ചന്ദ്രശേഖരൻ അത്ഭുതം കാണിക്കാൻ പോകുന്നൊക്കെയാണ്. ശരിക്കും എന്താണ് അവിടുത്തെ സീൻ? എന്താണ് നിഷാദ്? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിനിടയ്ക്കുന്ന ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായി. അതായത് KR സാജു പറഞ്ഞ് അവസാനിപ്പിച്ചിടത്തുനിന്ന് വേണം നമുക്ക് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് 45 വർഷക്കാലമായി തുടർച്ചയായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് LDF-ആണ്. ഇത്തവണ കൂടി അവർക്ക് ഭരിക്കാൻ അധികാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞാൽ 50 വർഷം അടുപ്പിച്ച് ഭരിക്കുക എന്നുള്ള വലിയൊരു സർവ്വകാല റെക്കോർഡ് LDF തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. അതിന് സാധിക്കുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം. അതൊരു നിർണായകമായ ചോദ്യം കൂടിയാണ്. 52 സീറ്റുമായിട്ടാണ് നിലവിൽ 82 വാർഡുകളിലാണ് ഇപ്പോൾ LDF കഴിഞ്ഞ തവണ വിജയിച്ചത്. കഴിഞ്ഞ തവണ 100 ഇത്തവണ 101 ഇത്തവണ തെരഞ്ഞെടുപ്പ് നടന്നത് 100 മാത്രമാണ്. വിഴിഞ്ഞത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥി മരിച്ചതിനെ തുടർന്ന് 100 മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പക്ഷേ ആ 100 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി ഞാൻ കാണുന്ന ഒരു കാര്യം, ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു തൂക്ക് സംഭവിച്ചാൽ, അതായത് ഭരണസമിതി ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അനലൈസിങ്. കാരണം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ 2 തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ എത്രമേൽ ഗൗരവത്തോടെ UDF കോൺഗ്രസ് കണ്ടു എന്നൊരു ചോദ്യം ഇവിടുത്തെ വോട്ടർമാർക്കിടയിൽ പോലുമുണ്ട്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ UDF തകർന്നടിഞ്ഞ് 10, അതായത് 100 വാർഡുകളിൽ കേവലം 10 എന്നൊരു വാർഡിലേക്ക് അവർ തകർന്നടിയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇത്തവണ അങ്ങനെയായിരുന്നില്ല. ഇത്തവണ UDF കുറെ കൂടി കരുതലോടെ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടു. മാത്രമല്ല, കോൺഗ്രസിന്റെ നിലവിലെ ഏറ്റവും ക്രൗഡ് പുള്ളറായ ലീഡർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന K മുരളീധരന് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചുമതല കോൺഗ്രസ് നൽകുന്നു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉണ്ടാകുന്നതിന് മുമ്പ് 48 വാർഡുകളിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു.
പിറ്റേ ദിവസം 18 തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന പിന്നാലെ 18 ഇടത്തും കൂടെ പ്രഖ്യാപിച്ചു. അങ്ങനെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് തൊട്ട് പിന്നാലെ തന്നെ മുഴുവൻ വാർഡുകളിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അവർക്ക് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി പ്രചരണത്തിനിറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം അവരുണ്ടാക്കി എന്ന് പറയുന്നത് തിരുവനന്തപുരം പോലൊരു സ്ഥലത്ത് ചില്ലറ കാര്യമല്ല. നേരത്തെ നിഷാദ് പറഞ്ഞില്ലേ, അതായത് ഏറ്റവും അടിത്തട്ടിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യമുണ്ട് എന്ന്. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമുക്കത് കൃത്യമായി കാണാൻ കഴിയുമായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും അടിത്തട്ടിൽ പോലും കോൺഗ്രസിനെ ഉണർന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനം അവർക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന പക്ഷേ കനകോലു സംഗതിയൊന്നും പ്രവർത്തിച്ചിട്ടില്ല. പാർട്ടി സംഘടന എന്ന് പറഞ്ഞതിന്റെ കൂടെ കനകോലു ടീമും ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, അങ്ങനെ ഉണ്ടായാൽ പോലും ഞാൻ പറയുന്നത് തിരുവനന്തപുരം ജില്ലയുടെ ഒരു ചിത്രമല്ല നിഷാദ് ഞാൻ പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ എമ്പാടും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. പല സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ നമ്മളിന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ പ്രാദേശിക ലേഖകരുമൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് പലയിടങ്ങളിലും തിരുവനന്തപുരത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ UDFന്റെ സംഘടനാ സംവിധാനം ഭയങ്കരമായി ദുർബലമായിരുന്നു. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് വളരെ സജീവമായി ഇടപെട്ടിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല കോൺഗ്രസിന്റെ യുവനിരയിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു നേതാവെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന KS ശബരിനാഥിനെ പോലെയുള്ള ഒരു നേതാവിനെ അവർ കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥിയായി, അവരുടെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ കഴിഞ്ഞു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് പോസിറ്റീവായ കാര്യം തന്നെയാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും കോൺഗ്രസിന് ഇത്തവണ കോൺഗ്രസ് പൊടുന്നനെ ഇങ്ങനെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വന്ന് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം അങ്ങ് പിടിച്ചു കളയും എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല, അങ്ങനെയൊന്നും നമുക്ക് പറയാനും കഴിയില്ല. പക്ഷെ കഴിഞ്ഞ തവണത്തെ 10 എന്ന നിലയ്ക്ക് നിന്ന് അല്ലെ സുനിൽ 10-ൽ പോയി കഴിഞ്ഞാൽ തന്നെ കോൺഗ്രസിന്റെ വിജയമാണ് എന്ന് കരുതുന്ന ഒരു സാഹചര്യം ഉണ്ട് സാജു. പിന്നെ ഉറപ്പായിട്ടും സാർ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെ സാർ, കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിന്റെ 10-നപ്പുറത്തേക്ക് പോയി അതൊരു 15-ഓ 20-ഓ ആയാൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തൂക്ക് ഭരണസമിതി ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല സാർ.